ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടിവിക്ക് ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ NDA മുഖ്യമന്ത്രിമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗ സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIM-ഉം CPI-യും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായി 3-ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൗകര്യമാണ് KSRTC ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ മെയ് 30-ന് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31-ന് വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10ാമത് ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം MMR പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12-ന് മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 30 തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവെച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ M. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 വരെ 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമി ഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല ഏപ്രിൽ 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4ഉം 7ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 25 മെയ് 26 മുതൽ ജൂൺ 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി C. ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.